അന്നമനടയിൽ ആംബുലൻസ് സേവനം ലഭ്യമാകാതെ രോഗി മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത്. അതീവ ദുഃഖകരമായ സംഭവത്തെ രാഷ്ട്രീയ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റ് സുനിത സജീവൻ. മന്ത്രിയായി ആദ്യമായി മണ്ഡലത്തിലെത്തുന്ന OJ ജനീഷിന് ശനിയാഴ്ച വമ്പിച്ച പൗരസ്വീകരണം ഒരുക്കാൻ UDF കുണ്ടായിൽ നിന്ന് ജാതിയെ സ്വീകരണം ഒരുക്കും. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണം പഠിക്കാൻ CPM 34 ചോദ്യമടങ്ങിയ ചോദ്യാവലി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അന്നമനടയിൽ ആംബുലൻസ് സേവനം ലഭ്യമാകാതെ രോഗി മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത്. അതീവ ദുഃഖകരമായ സംഭവത്തെ രാഷ്ട്രീയ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റ് സുനിത സജീവൻ പറഞ്ഞു. ആംബുലൻസ് സേവനം ആവശ്യപ്പെട്ട് വിളിച്ചപ്പോൾ ഡ്രൈവറെ അയച്ചിരുന്നുവെന്നും അതിനു മുന്നേ രോഗിയെ മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെന്നും സുനിത സജീവൻ പറഞ്ഞു. അന്നമനട പഞ്ചായത്തിലെ 8ാം വാർഡിൽ വാപ്പറമ്പിൽ ഇടശ്ശേരി മടയത്ത് ജോണിയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെ അന്നമനട പഞ്ചായത്ത് പരിസരത്ത് വെച്ചാണ് ജോണിക്ക് നെഞ്ചുവേദനയും ദേഹാസ്വാസ്ഥ്യവും നേരിട്ടത്. അതിനെ തുടർന്ന് പരിസരവാസികളെ അറിയിക്കുകയും അവർ 100 മീറ്റർ മാത്രം അകലെയുള്ള പഞ്ചായത്തിൻ്റെ ആംബുലൻസിനായി വിളിച്ചപ്പോൾ ഡ്രൈവർ ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് എന്നാണ് പറയുന്നത്. തുടർന്ന് ഒരു കാറിൽ അപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഭരണസമിതിയുടെ വീഴ്ചയ്ക്കെതിരെ LDF പഞ്ചായത്ത് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവും അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ വിശദീകരണവുമായി രംഗത്ത് വന്നത്. ഈ സംഭവം നടക്കുന്ന സ്ഥലത്തു നിന്നും ഒരു വ്യക്തി എന്നെ വിളിക്കുകയുണ്ടായി എന്നും ആ സമയത്ത് തന്നെ ആംബുലൻസ് ഡ്രൈവറെ ബന്ധപ്പെടുകയും മിനിറ്റുകൾക്കുള്ളിൽ ഡ്രൈവർ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു എന്നും സുനിത സജീവൻ പറഞ്ഞു. ഈ 2 ദിവസം മുമ്പ് അന്നമനട പഞ്ചായത്തിൻ്റെ പരിധിയിൽ നമ്മുടെ ഈ ആയുർവേദ ഹോസ്പിറ്റൽ, പഞ്ചായത്തിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരിയുടെ ഹസ്ബൻഡ് പെട്ടെന്നുണ്ടായ ഒരു മരണത്തെ തുടർന്ന് ആംബുലൻസ് ലഭിച്ചില്ല എന്നുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ LDF മെമ്പർമാർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഈ ജീവനക്കാരിയെ കൊണ്ടുവരാൻ വേണ്ടി ഒരു രാത്രി 9:30 സമയത്താണ് നമ്മളെ അവിടെ നിന്നും ഈ ചേട്ടൻ നെഞ്ചുവേദന എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു വ്യക്തി നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ വിളിക്കുന്നത്. അപ്പം തന്നെ ആംബുലൻസ് വേണമെന്ന് പറഞ്ഞ് വിളിച്ച അപ്പം തന്നെ നമ്മുടെ ആംബുലൻസിൻ്റെ ഡ്രൈവറെ വിളിക്കുകയുണ്ടായിരുന്നു. ആ പറഞ്ഞ നിമിഷം കൊണ്ട് ആ വ്യക്തി ഡ്രൈവർ ഇവിടെ എത്തുകയുണ്ടായിരുന്നു. ഈ രോഗിയുടെ അവസ്ഥ വളരെയധികം മോശമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആംബുലൻസിനെ നോക്കാതെ സ്റ്റഡൻലി അപ്പം തന്നെ അവിടെ നിന്ന് വേറൊരു വണ്ടിയിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആംബുലൻസിൻ്റെ ഡ്രൈവർ അവിടെ ഉണ്ടാവുകയുണ്ടായിരുന്നു. ഒരു കള്ളപ്രചരണത്തിലൂടെയാണ് നമ്മുടെ LDFൻ്റെ മെമ്പർമാർ ഇന്നിവിടെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഭരണമാറ്റവും തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുമാവും ആംബുലൻസ് നൽകിയില്ല, ഡ്രൈവറില്ല, ആംബുലൻസ് കട്ടപ്പുറത്താണ്, 24 മണിക്കൂർ സേവനം ലഭിക്കുന്നില്ലെന്ന പോലുള്ള വസ്തുത വിരുദ്ധമായ പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്നും സുനിത സജീവൻ കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, മാള. MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് മന്ത്രിയായി ഉയർന്ന OJ ജനീഷ് മണ്ഡലത്തിലേക്ക് മടങ്ങുമ്പോൾ കാത്തിരിക്കുന്നത് ഒട്ടേറെ പ്രശ്നങ്ങൾ. കുടിവെള്ള പ്രതിസന്ധി മുതൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ വരെ ഘട്ടം ഘട്ടമായി ജനീഷിന് പരിഹരിക്കേണ്ടതുണ്ട്. അതിനിടെ ആദ്യമായി മണ്ഡലത്തുന്ന OJയ്ക്ക് ശനിയാഴ്ച വമ്പിച്ച പൗരസ്വീകരണം ഒരുക്കാനാണ് UDF തീരുമാനം. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ 10 വർഷത്തെ വികസന മുരടിപ്പുകളും വരും വർഷങ്ങളിലേക്കുള്ള വികസന രേഖകളും അവതരിപ്പിച്ച് ജയിച്ച് മന്ത്രിയായ OJ ജനീഷിനെ കാത്തിരിക്കുന്നത് നിരവധി ജനകീയ പ്രശ്നങ്ങൾ. മണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി മുതൽ അപകടാവസ്ഥയിലായ പുല്ലൂറ്റുപാലം, കുഴൂർ, പൊയ്യ, മാള, പുത്തൻചിറ, അന്നമനട എന്നീ പഞ്ചായത്തുകളിലെ നിരവധി വിഷയങ്ങളുടെ നേർചിത്രം ജനീഷിന് മുന്നിലുണ്ട്. മന്ത്രി പദവി കൂടി ലഭിച്ചതോടെ എല്ലാ വിഷയങ്ങളും ഘട്ടം ഘട്ടമായി പരിഹരിക്കാൻ കൂടുതൽ കരുത്തും ഊർജവും ലഭിക്കുമെന്ന കാഴ്ചപ്പാടിലാണ് മന്ത്രി ജനീഷും കോൺഗ്രസ് പാർട്ടിയും. കൊടുങ്ങല്ലൂർ നഗരസഭ മുതൽ മാള അടക്കമുള്ള പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷം ജനീഷ് പറഞ്ഞിരുന്നു. കുടിവെള്ള വിതരണം പൈപ്പുകൾ തകർന്ന് വിതരണം തടസ്സപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. വൈറ്റിലയിൽ നിന്ന് പുല്ലൂറ്റ് നാരായണമംഗലം ജലസംഭരണിയിലേക്കുള്ള കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാനും
നാരായണമംഗലത്ത് പുതിയ ജലസംഭരണി സ്ഥാപിച്ച് നേരിട്ട് കുടിവെള്ളം എത്തിക്കാനും പദ്ധതി തയ്യാറാക്കി നടപ്പാക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. 4 വർഷമായി തുടർച്ചയായി ബജറ്റിൽ ഇതിനായി 75 കോടി രൂപ വകയിരുത്തുന്നുണ്ട്. 3 കോടി രൂപ ചെലവഴിച്ചിട്ടും ഉപകാരപ്രദമല്ലാത്ത കൊടുങ്ങല്ലൂരിലെ മുസറിസ് ബസ് സ്റ്റാൻഡിന്റെ പുനഃക്രമീകരണം, 20 കോടി രൂപ പാഴാക്കിയ കുഴൂർ കാക്കുളശ്ശേരി കോഴിത്തീറ്റ ഫാക്ടറി, അടച്ചുപൂട്ടിയ പൂപ്പത്തിയിലെ ചക്ക ഫാക്ടറി, പ്ലാസ്റ്റിക് ടാർപോളിൻ കെട്ടിമറച്ച മാള സിനഗോഗ്, അപകടാവസ്ഥയിലായ പുല്ലൂറ്റുപാലം തുടങ്ങിയവയ്ക്ക് പുനർജീവൻ നൽകുക എന്നതും ജനീഷിന്റെ കർമ്മ പദ്ധതികളാണ്. മാള, കൊടുങ്ങല്ലൂർ ടൗണുകളുടെ വികസനവും കർമ്മ പദ്ധതിയിലെ ഏറ്റവും പ്രധാന ഇനങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ഇവയ്ക്കായിരിക്കും പ്രഥമ പരിഗണന നൽകുക എന്നറിയുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സിവിൽ സർവീസ് അക്കാദമി, കെ കരുണാകരൻ സ്മാരക തൊഴിൽ നൈപുണ്യ കേന്ദ്രം, മിനി വ്യവസായ പാർക്ക്, മാള അരവിന്ദൻ സ്മാരകം, സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ പദ്ധതികളും ജനീഷിന്റെ കർമ്മ പദ്ധതികളിലുണ്ട്. കായിക വകുപ്പ് കൂടി ജനീഷിന് ലഭിച്ചത് മേഖലയിൽ മുതൽ കൂട്ടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മ്യൂസിയം വകുപ്പ് കയ്യിലുള്ള ജനീഷിന് സിനഗോഗ്, മാളക്കടവ് പുനരുദ്ധാരണം എന്നിവയിൽ അനാവശ്യ കാലവിളംബം ഒഴിവാക്കി പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഭരണ നടപടി കൈക്കൊള്ളാനാകും. വിവിധ പഞ്ചായത്തുകളിൽ കളിക്കളങ്ങൾ ഒരുക്കാനും ടർഫുകൾ നിർമ്മിക്കാനും പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. അതിനിടെ ആദ്യമായി മണ്ഡലത്തിലെത്തുന്ന OJയ്ക്ക് ശനിയാഴ്ച വമ്പിച്ച പൗരസ്വീകരണം ഒരുക്കാനാണ് UDF തീരുമാനം. കുണ്ടായിൽ നിന്ന് ജാഥയായി സ്വീകരണമൊരുക്കാനാണ് UDFന്റെ തീരുമാനം. മീഡിയ ടൈം, മാള. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണം പഠിക്കാൻ CPM 34 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി. എന്നാൽ നേതൃത്വത്തിനുണ്ടായ വീഴ്ചകളെക്കുറിച്ച് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യാവലിയിൽ ചോദ്യങ്ങളില്ല. എന്തുകൊണ്ട് തോറ്റു എന്നതാണ് പ്രധാന ചോദ്യം. തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണം അണികളിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിവിധ ഘടകങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി CPM ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യാവലി ഓരോ ജില്ലാ കമ്മിറ്റികൾക്കും അവിടെ നിന്ന് കീഴ്ഘടകങ്ങളിലേക്കും പോകും. നേതൃത്വത്തിനുണ്ടായ വീഴ്ചകളെക്കുറിച്ച് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യാവലിയിൽ ചോദ്യങ്ങളില്ല. ഭരണതലത്തിലുണ്ടായ വീഴ്ചകളെക്കുറിച്ചും ചോദ്യങ്ങളൊന്നുമില്ല. എന്നാൽ ക്ഷേമ പെൻഷൻ നൽകിയിട്ടും എന്തുകൊണ്ട് തോറ്റു, വിവിധ സാമൂഹിക വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അനുകൂലമായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ലോക്സഭ, തദ്ദേശം, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് CPM ചോദ്യാവലിയുമായി എത്തുന്നത്. പരാജയത്തിന് പേരിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത വിമർശനമുയർന്നിരുന്നു. മീഡിയ ടൈം, കൊച്ചി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള സെന്റ് ആന്റണി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ 9ാം ക്ലാസ് ലിറ്റിൽ കിഡ്സ് ഫേസ് 1 ക്യാമ്പ് നടന്നു. സ്കൂൾ IT ലാബിൽ വെച്ച് നടന്ന ക്യാമ്പ് സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് ഷീന ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എന്തൊരു പരിപാടി നടത്തണമെങ്കിലും അതിൻ്റെ റീൽസാണ് അല്ലേ. എന്ത് പ്രോഗ്രാം നടത്തിയാലും നമ്മളത് റീൽസാണ് ആദ്യം എടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 8ാം ക്ലാസ്സിലാണ് നമ്മൾ ഇതിലേക്ക് ലിറ്റിൽ കിഡ്സിൻ്റെ ആദ്യമായിട്ടുള്ള തുടക്കം. അത് കഴിഞ്ഞ് 9ലേക്ക് നമ്മൾ പഠിക്കാൻ പോകുക കൂടുതലും ആനിമേഷൻസും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ്, അതുപോലെ റോബോട്ടിക്സ്, ഇതൊക്കെ ഈ ലിറ്റിൽ കിഡ്സിൻ്റെ പഠന ക്ലാസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് നിങ്ങൾ ഈ പഠന ക്യാമ്പിൽ പഠിക്കുന്നത് റീൽസ്, അതുപോലെ ഫോട്ടോ ഷൂട്ടിംഗ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ പഠന ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ ഇതെല്ലാം നിങ്ങൾ സൃഷ്ടിപരമായി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സൃഷ്ടിക്കുകയും അത് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാനുള്ള ഒരു പ്രധാനമായ ഒരു കഴിവാണ് നിങ്ങൾക്കുള്ളത്. PTA പ്രസിഡന്റ് ഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ലാസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി ഡിജിറ്റൽ ക്യാമറ ഉപയോഗം, വീഡിയോ എഡിറ്റിംഗ് എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകി. അധ്യാപകരായ ശ്വേത സുരേഷ്, ജിസ്ലേഖ, റജീന എന്നിവരാണ് ക്യാമ്പിലെ പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. CPI പ്രഥമ മാള ഏരിയ സെക്രട്ടറിയും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന NK വാസുവിന്റെ 12ാമത് ചരമവാർഷിക ദിനാചരണം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്ത് ഹാളിൽ നടന്നു. അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തൊപ്പി നേരെ വയ്ക്കാതെ ചരിച്ചു വെച്ചും ഹിപ്പിയായും മീശ വളർത്തിയും താടി വളർത്തിയും വളണ്ടിയർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയ കാലമാണ് ഇന്നത്തെ കാലം. അത് പൂരപ്പറമ്പിൽ ചെല്ലുമ്പോഴേക്കും ഷർട്ട് കഴിച്ചിട്ടുണ്ടാവും, അതൊക്കെ തല കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ വളണ്ടിയർ അല്ല അന്നത്തെ വളണ്ടിയർ.
ഞാനത് വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. മാളയിൽ പാർട്ടി രൂപീകരിച്ച് ആദ്യത്തെ ബ്രാഞ്ച് രൂപീകരിക്കുന്നത് അഷ്ടമിച്ചിറ മാരേക്കാട് മേഖലയിലാണ് ആദ്യത്തെ ബ്രാഞ്ച്. ഞാൻ അത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അഷ്ടമിച്ചിറ മാരേക്കാടിൻ്റെ വലിപ്പം കൂടി നമുക്കൊന്നറിയാം. CPI മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സി ധനുഷ് കുമാർ, ടി നരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചരമവാർഷികത്തോടനുബന്ധിച്ച് മാള ഏരിയയിലെ വിവിധ ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികളും പതാക ഉയർത്തലും നടന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെയും അധ്യാപകരുടെയും ദുരിതങ്ങൾക്ക് പര്യവസാനം കുറിക്കാൻ പുതിയ സർക്കാരിന് സാധിക്കുമെന്ന് KPCC സെക്രട്ടറി സോണിയാഗിരി. 10 വർഷത്തിന് ശേഷം UDF സർക്കാർ തിരിച്ചു വരുന്നതിന് KPSTA സമര പോരാട്ടങ്ങൾ കാരണമായെന്നും സോണിയാഗിരി പറഞ്ഞു. ഒരുപക്ഷെ അധ്യാപകരുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം ഒരു 2 വട്ടം ഒരു ചെയർപേഴ്സണായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആസ്ഥാനമായിട്ടുള്ള ഇരിങ്ങാലക്കുട തന്നെ ആവുമ്പോൾ AE ഓഫീസ്, DE ഓഫീസ് ഒക്കെ അതിന് കീഴിൽ തന്നെ വരുന്നത് കൊണ്ടും മിക്കവാറും 15 വർഷമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അധ്യാപകരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതിനും ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള പല വിഷയങ്ങളിലും ഇടപെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെ പലപ്പോഴും ഇവിടുന്ന് എനിക്ക് മുഖപരിചയം പോലും ഇല്ലാത്ത പല അധ്യാപകരും വിളിക്കാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം AE ഓഫീസ് ഇരിക്കുന്നത് തന്നെ നമ്മുടെ സ്കൂളിലാണ്. മാളയിൽ വെച്ച് നടന്ന ദ്വിദിന KPSTA തൃശൂർ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന കമ്മിറ്റി അംഗം ജോഷി AJ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സാജു ജോർജ്, CJ ദാമു, അജിത് കുമാർ KS, ജിൽസൺ തോമസ്, സൈജു കൊളയങ്ങാടൻ, ബിജു B, രമാദേവി, ക്യാമ്പ് കോർഡിനേറ്റർ അജി KE എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വായനക്കളരിയുടെ ഭാഗമായി എടത്തുരുത്തി പഞ്ചായത്ത് തല സമിതി ബാലസംഗമം നടത്തി. ബാലസംഗമം എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ബാലവേദി കോർഡിനേറ്റർ രാജൻ നെല്ലായി മുഖ്യാതിഥിയായി. AK മൊയ്തീൻ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് അംഗങ്ങളായ ഉമ്രൽ ഫാറൂഖ്, സാജിദ അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. MD സുരേഷ്, PK റഹീം, അലി അസ്കർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് CA ധർമ്മദാസ്, KR പ്രസാദ്, ES സതീശൻ, നജീറ നൂറുദ്ദീൻ, ദിവ്യ അനീഷ്, നൌഷാദ് ഗില്ലാടി, KV പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ തിരുവമ്പാടിയിൽ സമ്പൂർണ്ണ കൃഷ്ണനാട്ടം തുടങ്ങി. ഗുരുവായൂർ ദേവസ്വം കലാനിലയത്തിലെ കലാകാരന്മാരാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. രാത്രി ശിവേലിക്ക് ശേഷം 8:45 ക്ഷേത്ര നടപ്പുരയിലാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. ബുധനാഴ്ച അവതാരം കഥയോടെ തുടങ്ങുന്ന സമ്പൂർണ്ണ കൃഷ്ണനാട്ടം 27 സ്വർഗാരോഹണം കഥ അവതരിപ്പിച്ച ശേഷം 28 അവതാരം കഥയുടെ പുനരവതാരണത്തോടെ സമാപിക്കും. സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഷൊർണൂർ കുളപ്പുള്ളിക്കുടത്ത് വാടാനംകുരിശി പറക്കുന്നത്ത് വീട്ടിൽ സുനിൽ എന്ന 50-കാരനാണ് മരിച്ചത്. രാത്രി 8:30 കുളപ്പുള്ളി സഞ്ജീവിനി ആശുപത്രിക്ക് സമീപത്തുള്ള വളവിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് വളവിൽ മുന്നിൽ പോവുകയായിരുന്ന ഇരുചക്രവാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിൽ ബസ് തട്ടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. സ്വകാര്യ ബസ്സിടിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിന് ദാരുണാന്ത്യം. പാലക്കാട് കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപം ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. കല്ലേപ്പുള്ളി അമ്പലക്കാട് മാണിക്കിന്റെ മകൻ അരുൺ പ്രസാദ് എന്ന അല്ലു ആണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ അരുൺ പ്രസാദ് മരിച്ചു. യൂത്ത് കോൺഗ്രസിലെ മുൻ മണ്ഡലം പ്രസിഡന്റായ അരുൺ പ്രസാദ് നിലവിൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നമനടയിൽ ആംബുലൻസ് സേവനം ലഭ്യമാകാതെ രോഗി മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത്. അതീവ ദുഃഖകരമായ സംഭവത്തെ രാഷ്ട്രീയ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റ് സുനിത സജീവൻ.
മന്ത്രിയായി ആദ്യമായി മണ്ഡലത്തിലെത്തുന്ന OJ ജനീഷിന് ശനിയാഴ്ച വമ്പിച്ച പൗരസ്വീകരണം ഒരുക്കാൻ UDF കുണ്ടായിൽ നിന്ന് ജാതിയെ സ്വീകരണം ഒരുക്കും. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണം പഠിക്കാൻ CPM 34 ചോദ്യമടങ്ങിയ ചോദ്യാവലി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.